കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരും കേട്ടോ. നല്ല വെയിൽ, നല്ല ചൂടാ. എന്തായാലും ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ 4 ഭാഗത്തുനിന്നും കണ്ട് തൊഴാം. സുഖമായിട്ട് മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമല്ലേ. അത്തിമരത്തിൻ്റെ ആ ചുവട്ടിലിങ്ങനെ ഇരിക്കുന്ന ആ ഗണേശനെ കണ്ട് തൊഴുത് നമ്മൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് വന്ന് കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിന് മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളൊക്കെ കണ്ട് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാൻ വേണ്ടി ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കും കാണാം. വലത് വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ മനോഹരമായ ദൃശ്യമാണ് കാഴ്ച. കളഭം കൊണ്ടുള്ള അലങ്കാരം. ആദ്യം തന്നെ ആ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചെറിയ ഉണ്ണിയാണ്, എന്നാലും അത്യാവശ്യം തടിയൊക്കെ ഉള്ളൊരു ഉണ്ണി കേട്ടോ. അരമണി കിങ്ങിണിയൊക്കെ ഉണ്ട്, വസ്ത്രമൊക്കെ ധരിച്ച് നല്ലൊരു പട്ടൊക്കെ ധരിച്ച് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ മാറത്ത് ധാരാളം മാലകൾ, സ്വർണ്ണമാലകളുണ്ട്. മാങ്ങാമാല ഉണ്ട്, വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാലയൊക്കെ ഉണ്ട്. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല പുഞ്ചിരിയാണ്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കയ്യിൽ എന്താ വെച്ചാൽ വലത്തെ കൈ ഇങ്ങനെ പൊന്നോടക്കുഴൽ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ഇടതേ കയ്യിൽ ഗോവർദ്ധനഗിരിയാണ് കേട്ടോ. അതിങ്ങനെ വളരെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഓരോ പട്ടിൻ്റെ ഓരോ ഇതും അതേപോലെ തുളസി അങ്ങനെ തലകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല കാടും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഗോവർദ്ധനഗിരീനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. ഓടക്കുഴൽ വലത്തെ കയ്യിലും ഇടത്തെ കയ്യിൽ ഗോവർദ്ധനഗിരി. അങ്ങനെയാണ് ഇന്നത്തെ കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കാതിൽ ചെവിപ്പൂക്കൾ കാണാം. അതേപോലെ തിരുമുടിമാലകൾ 2 ഉണ്ട്. പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടിമാല, വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള പോലത്തെ തുളസിയും കൂടി ഉള്ളത്. അതേമാതിരി ഉണ്ടമാല ഒരെണ്ണേ ഉള്ളൂ. ഉണ്ടമാല എങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസിയും വനമാല പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ്. നല്ല രസമായിട്ടത് ചാർത്തിയിട്ടുമുണ്ട്. ആ ഒരു കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകളുണ്ട്. അത് എന്താ വെച്ചാൽ താമരയും തുളസിയായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ് എന്നങ്ങോട്ട് മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ മനസ്സ് ഭഗവാന്റെ തിരുമുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കാണുന്ന ആ കാഴ്ചയാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആ ചെറിയ അല്ലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ മായാദേവിയും അതേപോലെ ചെറിയ ഗണേശനും മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളും ഒക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടുന്ന് തന്നെ അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ അലങ്കാരം ചെയ്തിരുന്നത് മേൽശാന്തി തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം.
പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ വന്ന് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. വെയിലത്ത് നല്ല തിളക്കം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താരയൊക്കെ കണ്ട് തൊഴുത് പിന്നീട് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് പടിഞ്ഞാറ് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി പിന്നീട് എടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഗോവർദ്ധനധാരിയെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നീട് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് ഭഗവാനെ കണ്ട് തൊഴുക. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.